തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലവും വന്ന് മാസം കഴിഞ്ഞിട്ടും ഇപ്പോഴും കോൺഗ്രസ്സിന് ചില പഞ്ചായത്തുകൾ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. അതൊരു തരംഗത്തിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് നൽകുന്നത്. അതായത് ഒരു മാസം മുൻപ് നഷ്ടപ്പെട്ട അട്ടപ്പാടിയിലെ അഗളി പഞ്ചായത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ UDF തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. അഗളി പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ കോൺഗ്രസിലെ ഷിബു സിറിയക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. UDF സ്ഥാനാർത്ഥിക്ക് 10 വോട്ടുകളും LDF സ്ഥാനാർത്ഥിക്ക് 9 വോട്ടുകളുമാണ് ലഭിച്ചത്. നേരത്തെ കോൺഗ്രസിൻ്റെ മെമ്പർ LDF പിന്തുണയിൽ പഞ്ചായത്ത് പ്രസിഡന്റായത് വലിയ വിവാദം മാത്രമല്ല, പാർട്ടിക്ക് നാണക്കേടും ഉണ്ടാക്കിയതാണ്. ചിന്നപ്പറമ്പ് വാർഡിൽ നിന്നുമുള്ള UDF അംഗമായ മഞ്ജു ആയിരുന്നു കൂറുമാറി LDFിനൊപ്പം ചേർന്ന് പഞ്ചായത്ത് പ്രസിഡന്റായത്. എന്നാൽ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിശ്ചയദാർഢ്യം അതൊന്നുകൊണ്ട് മാത്രം ഒരു മാസത്തിനുള്ളിൽ തന്നെ തിരിച്ചു പിടിച്ചിരിക്കുകയാണ് ആ പഞ്ചായത്ത്. ഈ സംഭവം രാഷ്ട്രീയ മണ്ഡലത്തിൽ മാത്രമല്ല, ജാതി മത സാമുദായിക സംഘടനകളെല്ലാം തള്ളിപ്പറഞ്ഞ ഒന്നാണ്. അഗളിയിൽ നടന്നത് ജനാധിപത്യ മര്യാദകളെ തകിടം മറിക്കുന്ന സംഭവമാണെന്നും നന്മയെ തിന്മ എന്നും തിന്മയെ നന്മ എന്നും വിളിച്ച ഈ സംഭവം ജനാധിപത്യ വിശ്വാസികളായ മലയാളികളുടെ മുന്നിൽ അട്ടപ്പാടിക്കാരുടെ തല താഴ്ന്നുപോയ ദിവസമായി മാറി എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഒരു പാർട്ടിയുടെ ചിഹ്നത്തിൽ ജയിച്ച ഒരു മെമ്പർ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ മറ്റൊരു പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായത് അതുവഴി സമൂഹത്തിലുണ്ടായ അപജയം എല്ലാവരെയും വേദനിപ്പിച്ചുവെന്നാണ് ഫാദർ സേവിയർ പറഞ്ഞത്. കൺമുന്നിൽ നടക്കുമ്പോൾ ഇതെല്ലാം കണ്ടിട്ട് മിണ്ടാതിരുന്നാൽ നമ്മുടെ മനസാക്ഷിയുടെ മുന്നിലും ദൈവത്തിൻ്റെ മുന്നിലും തെറ്റുകാരാവുമെന്നും ഫാദർ സേവിയർ ഖാൻ വട്ടയിൽ പൊട്ടിത്തെറിച്ചത് കേരളം ഒന്നടങ്കം കേട്ടതാണ്. അത്രയ്ക്കും പ്രതിഷേധങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു സംഭവത്തിൽ കോൺഗ്രസ് ചില തീരുമാനങ്ങൾ എടുക്കുകയായിരുന്നു. ആ ചിന്നപ്പറമ്പ് വാർഡിൽ നിന്നുള്ള UDF അംഗം മഞ്ജു കൂറുമാറി LDFിനൊപ്പം ചേർന്നതിനെ അതിശക്തമായി നേരിട്ടു പാർട്ടി. തനിക്ക് പാർട്ടിയുടെ വിപ്പ് കിട്ടിയില്ല എന്ന് ന്യായം പറഞ്ഞായിരുന്നു കൂറുമാറ്റത്തെ മഞ്ജു അന്ന് ന്യായീകരിച്ചത്. കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെയാണ് തനിക്ക് വോട്ട് ലഭിച്ചത് എന്നും ഒരു മുടന്തൻ ന്യായം പറഞ്ഞു രക്ഷപ്പെട്ടു. എന്നാൽ കൂറുമാറ്റത്തിന് പിന്നാലെ മഞ്ജു എന്ന മെമ്പറെ അയോഗ്യയാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിക്കുകയായിരുന്നു. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം മഞ്ജുവിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങി കോൺഗ്രസ്. അല്ലെങ്കിൽ തെറ്റുതിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്നും കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു. ഇതോടെ മഞ്ജു പ്രസിഡന്റ് പദവി ഒഴിയുകയായിരുന്നു. അതിനുശേഷം വീണ്ടും നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇപ്പോൾ കഴിഞ്ഞപ്പോഴാണ് കോൺഗ്രസും അല്ലെങ്കിൽ അവരുടെ മുന്നണി UDFും അട്ടിമറി വിജയം നേടിയിരിക്കുന്നത്.